ഹലോ ഗേയ്സ്, സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് ഇൻഫോ തന്നെ SL4Y സ്പോർട്സ് കണ്ടക്ട് ചെയ്ത 1 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ ഗ്രാൻഡ് ഫൈനൽസ് ഇന്നലെ അവസാനിച്ചപ്പോൾ ഓവറോൾ സ്റ്റാൻഡിങ്സിൽ വോൾക്കാനോ സ്പോർട്സ് ആ ഒരു ടോപ്പിൽ എത്തിക്കൊണ്ട് ഈ ഒരു ഇവന്റിലെ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. 70 പോയിന്റുമായിട്ടാണ് വോൾക്കാനോ സ്പോർട്സ് അവർ ആഷ് 1 പൊസിഷനിലേക്ക് എത്തി, അതും ഒരു ചിക്കൻ ഡിന്നർ പോലും സ്വന്തമാക്കാതെ. സെക്കൻഡ് അലങ്കാർ സ്പോർട്സ് എത്തിയിരിക്കുകയാണ് 69 പോയിന്റായിട്ട്. വെറും 1 പോയിന്റിന്റെ ഡിഫറൻസിലാണ് ആ ഒരു ചാമ്പ്യൻ പട്ടം അവർക്ക് നഷ്ടമായത്. തേർഡ് എത്തിയത് ഫോറം സ്പോർട്സ് ആണ് 68 പോയിന്റുമായിട്ട്. അവർക്കും 2 പോയിന്റിനാണ് ആ ഒരു ചാമ്പ്യൻ പട്ടം നഷ്ടമായത്. ടോട്ടൽ 8 മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു നമുക്ക് ആ ഒരു ടോപ്പ് 3 കാണാനായിട്ട് സാധിച്ചത്. ഗോളിലേക്ക് 4ാം സ്ഥാനത്തെത്തി 66 പോയിന്റുമായിട്ട്. നമ്മളുടെ സൈറക്സ് കളിക്കുന്ന ടീം ഹെക്ടർ 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് 43 പോയിന്റുമായിട്ട്. അടുത്തൊരു ഇൻഫോ നമ്മളെ വാലോറന്റിന്റെ ടൂർണമെന്റ് ആയുള്ള VCT പസഫിക്കിൽ ഇത് നമ്മളെ ഇന്ത്യൻ ഓർഗായുള്ള ഗ്ലോബൽ സ്പോർട്സിന്റെ ഫസ്റ്റ് വിജയം. ടീം സീക്രട്ടിനെ ബെസ്റ്റ് ഓഫ് 3 2-1 തോൽപ്പിച്ചുകൊണ്ടാണ് ഗ്ലോബൽ സ്പോർട്സ് ആ ഒരു വിന്ന് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതിന്റെ വാഷ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഒരു തിയേറ്ററിൽ വെച്ചിട്ടൊക്കെ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗ്ലോബൽ സ്പോർട്സിന്റെ ഫസ്റ്റ് വിന്ന് അവർ കുറിച്ചിരിക്കുകയാണ്. ഇനിയും വരുന്ന മാച്ചുകളിൽ ഗ്ലോബൽ സ്പോർട്സ് ആ ഒരു സക്സസ് തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ BGS 2025 രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും കുറെ പേർക്ക് ആ ഒരു വെരിഫിക്കേഷൻ ഇഷ്യൂ വരുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ശരിയാണ്, നിങ്ങൾ പേടിക്കേണ്ട. ആ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ചൊവ്വാഴ്ച ഒഫീഷ്യലി ക്രാഫ്റ്റർ അത് ഫുള്ളി സെറ്റ് ചെയ്യും. ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആയോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ അക്കൗണ്ടിൻ്റെ ലെവൽ പ്ലാറ്റിനം 5 ഓർ മുകളിൽ ആയിരിക്കണം, അല്ലെ അക്കൗണ്ടിൻ്റെ ആ ഒരു ടയർ റാങ്കിങ് പ്ലാറ്റിനം 5 മുകളിലോ ആയിരിക്കണം എന്നുണ്ട്. അത് ഈ സീസൺ അല്ല, ഈ സീസൺ ഇപ്പോൾ പുതിയ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്തുള്ള ആ ഒരു സീസണിൽ പ്ലാറ്റിനം 5 ആയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഈ സീസണിന് വേണ്ടിയിട്ട് നിങ്ങൾ റാങ്ക് പുഷ് ചെയ്ത് ആ ഒരു പ്ലാറ്റിനം 5 എബോ ആക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ സീസണിൽ, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു സമയത്തെ റാങ്കിങ് ആണ് അവർ നോക്കുന്നത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് വേൾഡ് ലെവലിൽ തന്നെ സ്പോർട്സ് ലെവലിൽ ഏറ്റവും കൂടുതൽ വാച്ചിങ് ഉള്ള ഒരു ഗെയിമാണ് നമ്മളുടെ മൊബൈൽ ലെജൻഡ് ബാങ്ക് എന്ന് പറഞ്ഞ ഗെയിം. ആ ഒരു ഗെയിം ഇതാ ഇപ്പോൾ USA ബാൻ ചെയ്തിരിക്കുകയാണ്. ടിക്ടോക്ക് ആൾറെഡി അവരിപ്പോൾ റീസെൻ്റ്ലി ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു വേൾഡ് ലെവലിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു ഗെയിമും ബാൻ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് 1 കോടി രൂപ പ്രൈസ് പൂൾ എന്നതിൻ്റെ സെമി ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. വേറെ ലെവൽ എൻഡിങ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാച്ചിങ് വേറെ ലെവലിലേക്ക് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ K9 സ്പോർട്സ് 10 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. നമ്മളുടെ കാർണിവൽ ഗെയിമിങ് സാറക്സ് ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫൈറ്റുകളായിരുന്നു സാറക്സ് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടീം 5 ഫിനിഷേഴ്സോട് കൂടിയിട്ട് 5 പോയിന്റ് മാത്രമേ സ്വന്തമാക്കിയിട്ടുള്ളൂ. മാച്ച് 2 ടീം സോള് 14 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. റോണി സോളോ 7 ഫിനിഷേഴ്സും സ്വന്തമാക്കി. മാച്ച് 3 നമ്മളെ K9 സ്ക്വാഡിന്റെ ആ ഒരു സെക്കൻഡ് ചിക്കൻ ഡിന്നറും ഇന്നലെ കാണാനായിട്ട് സാധിച്ചു. 14 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. നിങ്ങൾക്കറിയാം, സെമി ഫൈനൽസിന്റെ ഡേ 11 ശനിയാഴ്ച ആ ഒരു ക്വാളിഫിക്കേഷൻ ആവാൻ വേണ്ടി കഷ്ടപ്പെട്ട ആ ഒരു ടീമായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ ആ ഒരു ചിക്കൻ ഡിന്നർ അടിച്ചു. ഇന്നലെ വീണ്ടും 2 മാച്ചുകൾ ചിക്കൻ ഡിന്നർ അടിച്ചുകൊണ്ട് ഒരു ഡോമിനേഷൻ K9 ലാസ്റ്റ് ദിവസങ്ങളിൽ കാഴ്ചവെച്ചിരിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് 3 മാച്ചുകളിൽ എടുത്തു പറയേണ്ട ഒരു റൈവർലി നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോംരാജ് വേഴ്സസ് പുക്കാർ ഗംലാബോയ് ആ ഒരു റൈവർലി. കാരണം വസിഷ്ഠ വേഴ്സസ് VST പോച്ചിങ്കിയിലാണെങ്കിലും നമ്മളുടെ മിറാമറിലാണെങ്കിലും ആ ഒരു ഡ്രോ ഫൈറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവിടെയൊക്കെ VST വസിഷ്ഠ സ്പോർട്സിനെ തീർത്ത് കളിയും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒപ്പം തന്നെ അവിടെ തേർഡ് പാർട്ടി അടിക്കാൻ വേണ്ടി കറക്റ്റ് ടൈമിൽ സോളും എത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 3 മാപ്പുകളിൽ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റിംഗ് വൈബ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. മാച്ച് 4ലേക്ക് വരികയാണ്. നമുക്ക് ഗോഡ്സ് റെയിൻ്റെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 8 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. ഒറാങ്കുട്ടാൻ അവിടെ 14 ഫിനിഷ് പോയിന്റ് സ്വന്തമാക്കിയത്. നമുക്ക് ക്വാളിഫിക്കേഷന് വേണ്ട നമ്മളെ മല്ലൂർഗുള്ള മിത്ത് ഒഫീഷ്യൽസ് ഇവിടെ 11 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാച്ച് 5 ഗോഡ്സ്റേൻ്റെ അടുത്തൊരു ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ 11 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. മിത്ത് ഒഫീഷ്യൽസ് ഇവിടെ 7 പോയിന്റ് സ്വന്തമാക്കി. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മാച്ച് ഭയങ്കര ക്രൂഷ്യൽ മാച്ചുകളായിരുന്നു. ആര് ക്വാളിഫൈ ആവും
എന്ന് ഉറപ്പിക്കുന്ന മാച്ചായിരുന്നു. കാരണം നമ്മളെ ഒഫീഷ്യൽ ചാമ്പ്യന്മാരായുള്ള RNTXന് 1 പോയിന്റ് വേണം ക്വാളിഫൈ ആവാൻ. ഇഡൻ വൺസിന് 14 പോയിന്റും നമ്മളെ മല്ലൂർഗുള്ള മിത്ത് ഒഫീഷ്യൽസിന് 25 പോയിന്റുമാണ് ലാസ്റ്റ് മാച്ചിൽ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വൈബ് ലാസ്റ്റ് മാച്ചാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. തുടക്കത്തിൽ തന്നെ RNTX ക്വാളിഫിക്കേഷന് വേണ്ടി പേടിച്ച് കളിക്കുന്ന പോലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവർക്ക് ആൾറെഡി സാരംഗിനെ തുടക്കത്തിൽ നഷ്ടമായി. പിന്നീട് ഫുള്ളി സർവൈവ് ചെയ്തുകൊണ്ട് ആ ഒരു ടോപ്പ് 8 ടീമിന് എത്താനായിട്ട് സാധിച്ചു. ടോപ്പ് 8 ഒരു പ്ലേസ്മെന്റ് പോയിന്റ് കിട്ടും. അങ്ങനെ അവർ ക്വാളിഫൈ ആയി. ഒരു ഫിനിഷ് പോയിന്റ് പോലും അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. ആൻഡ് മിത്ത് ഒഫീഷ്യൽസിന്റെ കാര്യം നോക്കുകയാണെങ്കിലും തുടക്കത്തിൽ അവർ ആ ഒരു ഫൈറ്റ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സിൻസിനാറ്റി കിഡുമായുള്ള ആ ഒരു ഫൈറ്റ് അവർ വിജയിച്ചെങ്കിലും അവിടെ പ്ലേയേഴ്സ് നഷ്ടമായി. പിന്നീട് കൂടുതലായിട്ട് ടീമിന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. 7 പോയിന്റ് സ്വന്തമാക്കിയാൻ. ഹിഡൻ വൺസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സോണ് നല്ല രീതിയിൽ ലാസ്റ്റ് വരെ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് കൊടുത്തു. ദൈവം അല്ലെങ്കിൽ ഗോഡ് ഫുള്ളി അവർക്ക് വേണ്ടി ആ ഒരു ഗെയിം ഫുള്ളി ഒരുക്കി കൊടുത്തു. പക്ഷേ അവർ തുടക്കത്തിൽ കുറച്ച് ഫിനിഷസുകൾ എടുക്കാനായിട്ട് ശ്രമിച്ചില്ല. ലാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ലാസ്റ്റ് 4 ഫിനിഷുകളും ആ ഒരു ചിക്കനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഹിഡൻ വൺസിന് മെഡൽ സ്പോർട്സിനെ തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉറപ്പ് വരുത്താമായിരുന്നു. പക്ഷേ അവിടെ പ്ലേയേഴ്സിൻ്റെ നോക്ക് അവർക്ക് ഭയങ്കര ഒരു തിരിച്ചടിയായി. ലാസ്റ്റ് ലീ സ്പോർട്സുമായിട്ട് ആ ഒരു 1v1 ഫൈറ്റ് അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചില്ല. ആ ഒരു 1v1 ഫൈറ്റിൽ അവരുടെ കരിയർ തന്നെ നഷ്ടമായി എന്നുള്ള രീതിയിലാണുള്ളത്. കാരണം അവരൊരു 1v1 ഫൈറ്റ് ജയിച്ചിരുന്നെങ്കിൽ ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാമായിരുന്നു. 1 കോടി രൂപ പ്രൈസ് പൂളായിരുന്നു. പിന്നീട് T1 ലെവലിലേക്കും അവർക്ക് കൺസിസ്റ്റൻ്റ് ആയി കളിക്കാനുള്ള ഒരു അവസരം കിട്ടുമായിരുന്നു. പക്ഷേ അതെല്ലാം ആ ഒരു 1v1 ഫൈറ്റിലാണ് ഹിഡൻ വൺസിന് നഷ്ടമായിട്ടുണ്ട്. എന്തായാലും വൈബ് എൻഡിങ് ആയിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ സ്റ്റാൻഡിങ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോളിലേക്ക് വേറെ ലെവൽ കംബാക്കോട് കൂടിയിട്ട് നമുക്ക് ഇതുവരെ ടൂർണമെൻറ്റുകളിൽ കാണാൻ പറ്റാത്തൊരു ഗോളിലേക്കിനെ ആയിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 321 പോയിന്റായിട്ട് അവർ ആഷ് 1ലേക്ക് എത്തി. സെക്കൻഡ് സോൾ എത്തിയിരിക്കുകയാണ് 291 പോയിന്റായിട്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള 2 ടീമുകൾ ആ ഒരു ടോപ്പ് 2 പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് തേർഡ് ഗോഡ്സ്വേ നിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയ ടീമായിട്ട് ഗോഡ്സ്വേ മാറിയിരിക്കുകയാണ്. 7 ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. 289 പോയിന്റായിട്ട്. നമ്മുടെ സ്കൗട്ടിൻ്റെ ടീമായുള്ള വൈൽഡ് ഫാങ്സ് 5ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. 253 പോയിന്റായിട്ട്. സ്കൗട്ടും ആ ഒരു ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. ട്രേസ് ഗോഡും സാഫും വേറെ ലെവൽ പെർഫോമൻസ് ഇവർക്ക് വേണ്ടി കാഴ്ചവെച്ചു. നമ്മുടെ സൈറക്സ് കളിക്കുന്ന കാർണിവൽ ഗെയിമിംഗ് 10ാം സ്ഥാനത്ത് വിൻ ചെയ്തിരിക്കുകയാണ്. 225 പോയിന്റായിട്ട്. നമ്മുടെ സൈറക്സും ഈ ഒരു ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. നമ്മളെ മല്ലൂർഗുള്ള മിത്ത് ഒഫീഷ്യൽസിന് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. 20ാം സ്ഥാനത്താണ് വിൻ ചെയ്ത് 185 പോയിന്റുമായിട്ട്. നമ്മളെ മലയാളി പ്ലെയർ കളിക്കുന്ന ഈവിളിലും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. 25ാം സ്ഥാനത്താണ് അവർ വിൻ ചെയ്ത് 158 പോയിന്റുമായിട്ട്. ഒപ്പം തന്നെ 8-ബിറ്റ് ഫീനിക്സ്, സിൻസിനാറ്റി കിഡ്, ഫോറം, വസിഷ്ഠ സ്പോർട്സ്, തമിഴാസ് തുടങ്ങിയുള്ള വമ്പൻ ടീമുകൾക്കും ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവാൻ പറ്റാതെ അവരും പുറത്തായിരിക്കുകയാണ്. ഇനി ലാൻഡ് ഫൈനൽസ് നമ്മളെ നോയിഡ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജനുവരി 31 മുതൽ ഫെബ്രുവരി 2 വരെ നടക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം ആരായിരിക്കും ആ ഒരു ചാമ്പ്യന്മാരാകാൻ പോകുന്നത്. ഫാൻ ഫേവറേറ്റ് ടീമുകളെല്ലാം ഈ ഒരു ലാൻഡ് ഫൈനൽസിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ വൈബായിരിക്കും ഈ ഒരു ലാൻഡ് ഫൈനൽസിൽ കിട്ടാൻ പോകുന്നത്. ആൻഡ് ഇന്ന് മുതൽ നമുക്ക് അടുത്ത തേർഡ് പാർട്ടി ഇവന്റുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മൾ അപ്തർഷി സ്പോർട്സിന്റെ ഗ്രാൻഡ് ഫൈനൽസ് ഇന്നുണ്ടാകും. അതുപോലെ തന്നെ 1M ഒഫീഷ്യൽസിന്റെ സെമി ഫൈനൽസും ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ എപ്പോഴും കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.